നിന്നെ ഒരിക്കൽ പൊതുവേദിയിൽ ആരെങ്കിലും അപമാനിച്ചിട്ടുണ്ടോ? അന്ന് നീ മിണ്ടാതിരുന്നത് ഭയത്താലായിരുന്നോ, അല്ലെങ്കിൽ നിയന്ത്രണത്താലോ? ശ്രദ്ധിച്ചു കേൾക്കൂ. ചാണക്യൻ പറയുന്നത് അപമാനം സഹിക്കുന്നവൻ ഒരു ദിവസം അധികാരം കൈവശം വെക്കും എന്നാണ്. ഇന്ന് നീ മിണ്ടാതിരിക്കുന്നു, പക്ഷെ അത് തോൽവിയല്ല, അത് തയ്യാറെടുപ്പാണ്. നിന്നെ അപമാനിച്ച ആളെ ഓർക്കുന്നുണ്ടോ? അവൻ പറഞ്ഞ വാക്കുകൾ ഇന്ന് നിന്റെ ഉള്ളിൽ കത്തുന്നുണ്ടോ? ആ തീയെ എങ്ങനെ ഉപയോഗിക്കണമെന്ന് അറിയുന്നവനാണ് യഥാർത്ഥ വിജയി. ചാണക്യൻ ജീവിതത്തിൽ ഒരിക്കൽ ഗുരുതരമായ അപമാനം അനുഭവിച്ചു. പക്ഷേ അദ്ദേഹം കരഞ്ഞില്ല, പ്രതികരിച്ചില്ല. അദ്ദേഹം ഒരു തീരുമാനമെടുത്തു. ഈ അപമാനം ഞാൻ ഓർക്കും, പക്ഷേ പ്രതികരിക്കില്ല. സമയം വരുമ്പോൾ മറുപടി നൽകും. അതാണ് തന്ത്രം. നിനക്ക് ഒരിക്കൽ അപമാനം സംഭവിച്ചാൽ നീ എന്തു ചെയ്യണം? ഒന്നാമതായി, ഉടൻ പ്രതികരിക്കരുത്. അപമാനം കിട്ടുന്ന നിമിഷം നിന്റെ ഹൃദയം വേഗത്തിൽ മിടിക്കും, കോപം വരും, മറുപടി പറയണമെന്ന് തോന്നും. പക്ഷെ ഓർക്കൂ, ആ നിമിഷം സംസാരിക്കുന്നത് നിന്റെ ശത്രുവിൻ്റെ വിജയമാണ്. ശാന്തമായി നിൽക്കുക, കണ്ണിലൂടെ ശക്തി കാണിക്കുക, മിണ്ടാതിരിക്കുക. കാരണം വികാരത്തിൽ എടുത്ത തീരുമാനം പലപ്പോഴും നിന്റെ ഭാവി തകർക്കും. 2. അപമാനത്തെ ഫ്യൂവൽ ആക്കൂ. നിന്നെ ഒരാൾ അപമാനിച്ചാൽ ആദ്യം വേദന തോന്നും, അല്ലേ? അത് സ്വാഭാവികമാണ്. ഹൃദയം കുറച്ച് ഭാരമായി തോന്നും. മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങൾ വരും. എനിക്കിത്ര വിലയില്ലേ? എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്? പക്ഷെ ഒരു ചെറിയ സത്യം പറയട്ടെ, അവൻ നിന്നെ അപമാനിച്ച നിമിഷം നിന്റെ ഉള്ളിൽ ഒരു പുതിയ ശക്തി ജനിക്കുന്നു. അപമാനം വന്നാൽ ഉടൻ പ്രതികരിക്കേണ്ട, ഒന്ന് ചിരിക്കുക. കാരണം അവൻ പറഞ്ഞ വാക്കുകൾ നിന്റെ ഭാവി നിർണ്ണയിക്കില്ല. പക്ഷേ നീ അതിനെ എങ്ങനെ ഉപയോഗിക്കുന്നു, അതാണ് നിർണായകം. ഒരു റോക്കറ്റ് ആകാശത്തേക്ക് പോകാൻ ഇന്ധനം കത്തണം. അങ്ങനെ തന്നെയാണ് വിജയത്തിനും. നിന്റെ വേദന, അപമാനം, കണ്ണീരുകൾ ഇവയെല്ലാം നിന്റെ ഫ്യൂവലാക്കൂ, പകയാക്കരുത്. 3. ഫലത്തിലൂടെ മറുപടി കൊടുക്കൂ. നിന്നെ ആരെങ്കിലും അപമാനിച്ചാൽ ആദ്യ പ്രതികരണം വാക്കുകളിലായിരിക്കും. പക്ഷേ ചാണക്യൻ പഠിപ്പിച്ചത് വാക്കുകളിലൂടെ മറുപടി കൊടുക്കാനല്ല, ഫലത്തിലൂടെ മറുപടി കൊടുക്കാനാണ്. കാരണം വാക്കുകൾ ശത്രുവിന് ശക്തി നൽകും, ഫലം ശത്രുവിനെ നിശബ്ദനാക്കും. ഫലത്തിലൂടെ മറുപടി എന്നത് പകയല്ല, പ്രതികാരമല്ല, അത് തയ്യാറെടുപ്പാണ്. ഒരാൾ നിങ്ങളോട് നിനക്കൊന്നും കഴിയില്ല എന്ന് പറഞ്ഞാൽ നീ എന്തു ചെയ്യണം? മിണ്ടാതിരിക്കുക, ശ്രദ്ധ മാറ്റുക, ശക്തി കൂട്ടുക. അവൻ നിന്റെ വാക്കുകൾ കേൾക്കരുത്, നിന്റെ മാറ്റം കാണണം. നിശബ്ദമായി വളരൂ, ഫലത്തോടെ സംസാരിക്കൂ. കാരണം ശക്തമായ മനുഷ്യൻ മറുപടി പറയുന്നില്ല, അവൻ തെളിയിക്കുന്നു. ഇതാണ് ചാണക്യൻ്റെ മനോഭാവം. 4. അപമാനം ഒരു പരീക്ഷയാണ്. ചാണക്യൻ പറയുന്നത് അപമാനം ശിക്ഷയല്ല, അത് ഒരു പരീക്ഷയാണ്. അപമാനം വന്ന നിമിഷം നിങ്ങൾ എന്തു ചെയ്യും? ദുഃഖിതനാകുമോ അതോ ബുദ്ധിമാനാകുമോ? ചാണക്യൻ പറയുന്നു, ആരാണ് മനസ്സിനെ നിയന്ത്രിക്കുന്നത് അവനാണ് യുദ്ധം ജയിക്കുന്നത്. ഈ പരീക്ഷയിൽ ജയിക്കുന്നവൻ ആരാണ്? ശക്തനായ മനുഷ്യൻ. അവൻ അപമാനം കേൾക്കും, പക്ഷേ പ്രതികരിക്കില്ല. അവൻ വേദന മറക്കില്ല, പക്ഷേ പകയാക്കി മാറ്റില്ല. നീ ഈ പരീക്ഷ ജയിച്ചാൽ നിന്റെ ആത്മവിശ്വാസം വർദ്ധിക്കും, നിന്റെ ബുദ്ധി മൂർച്ചപ്പെടും. ഓർക്കൂ, ഇനി അപമാനം വന്നാൽ ഇത് ചോദിക്കൂ: ഇത് എന്നെ തകർക്കാനാണോ അല്ലെങ്കിൽ പരിശീലിപ്പിക്കാനാണോ? ഉത്തരം നിന്റെ കയ്യിലാണ്. പരീക്ഷയായി കാണൂ, ശാന്തമായി ജയിക്കൂ. ഇതാണ് ചാണക്യൻ്റെ മനോഭാവം. നിന്നെ അപമാനിച്ചവർ ഇന്ന് ചിരിക്കാം, പക്ഷേ നീ ശരിയായ രീതിയിൽ വളർന്നാൽ നാളെ അവർ മിണ്ടാതാകും. ഓർക്കൂ, വാക്കുകൾക്ക് ശബ്ദമുണ്ട്, ഫലങ്ങൾക്ക് ശക്തിയുമുണ്ട്. നീ ഇന്ന് മറുപടി പറയാതിരിക്കുന്നത് ദുർബലതയല്ല, അത് ഒരു നല്ല തീരുമാനമാണ്. അതിനാൽ അപമാനത്തെ വെറുക്കരുത്, അത് സ്വീകരിക്കൂ, അത് ഇന്ധനമാക്കൂ. ശാന്തമായി ഉയരൂ. ഒരു ദിവസം നീ ഒന്നും പറയേണ്ടതില്ല, നിന്റെ നിലപാട് തന്നെ സംസാരിക്കും. അപ്പോൾ ലോകം മനസ്സിലാക്കും നീ പ്രതികരിച്ചില്ല, കാരണം നീ തയ്യാറെടുക്കുകയായിരുന്നു. ഇതാണ് യഥാർത്ഥ മറുപടി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഇത്തരം കൂടുതൽ